നാം ലോകമഹായുദ്ധത്തിലേക്ക് ബ്രഹ്മാസ്ത്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് തൊടുക്കുമോ? ഇത് മഹാഭാരത യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും ജ്യോതിഷത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവചനമാണ്. ജ്യോതിഷത്തിൻ്റെ കാരണം എല്ലാം ജ്യോതിഷത്തിലോട്ട് നോക്കിക്കാണെന്ന് പറയുന്നുണ്ട്. മഹാഭാരത യുദ്ധത്തിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കഥയിലൂടെ തന്നെ അങ്ങ് മനസ്സിലാക്കാവുന്നതേ. ഇപ്പം ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളത് അവസാനം പറയാം. മഹാഭാരത കഥ എന്ന് പറയുന്നത് കഥരൂപത്തിലെ കാലം എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു തരുന്നതാണ്. കാലം അങ്ങനെയേ പോകുള്ളൂ. നമ്മളിപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എന്തെല്ലാമാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്, ഓരോ പ്രായത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാവുന്നതേ ഉള്ളൂ. അതങ്ങനെ തന്നെയേ പോകുള്ളൂ. അത് ഏത് കാലഘട്ടത്തിലായാലും, ഗോത്ര കാലഘട്ടത്തിലായാലും, അമേരിക്കയിലായാലും, വേറെ ആഫ്രിക്കയിലായാലും, എവിടെയായാലും അങ്ങനെ തന്നെയേ പോവുകയുള്ളൂ. അതിന് പിന്നെ ചെറിയ വ്യത്യാസങ്ങൾ ആ ദേശത്തിൻ്റെ കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുമെന്നല്ലാതെ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയെല്ലാം സംഭവിക്കാം, ഇങ്ങനെയെല്ലാം പോകും എന്ന് പറയാം. ഇപ്പം കഥരൂപത്തിൽ അവതരിപ്പിക്കുമ്പോഴും ചെറിയ മാറ്റങ്ങൾ അതാത് കാലഘട്ടത്തിലെ യുഗങ്ങൾക്കെല്ലാം വ്യത്യാസമുണ്ടല്ലോ, അത്തരത്തിൽ കാണുകയുള്ളൂ. കഥ അതേപോലെ പിടിക്കരുത്, പക്ഷേ ആശയത്തിലൂട്ടി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ പോകുള്ളൂ. മനുഷ്യൻ്റെ കാലഘട്ടത്തിൽ 4 എണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പഠിക്കുന്ന കാലഘട്ടം, ബ്രഹ്മചര്യം, പിന്നെ ജോലിയെല്ലാം എടുക്കുന്ന കാലഘട്ടം, കല്യാണമെല്ലാം കഴിക്കുന്ന കാലഘട്ടം, ഗൃഹസ്ഥാശ്രമം, അത് കഴിഞ്ഞിട്ട് എല്ലാം മക്കൾ വലുതാവുമ്പോൾ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടം, വാനപ്രസ്ഥം. അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പെല്ലാം കൂട്ടി വെക്കുന്ന തരത്തിലുള്ളത് അത് സന്യാസം. ലോകത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് 4 യുഗങ്ങളിലൂടെയാണ് പുരോഗമിച്ച് അതിൻ്റെ ഏറ്റവും മാക്സിമം നിലയിലായ ഒരു വസുദേവ കുടുംബത്തിൽ, ഒരു നല്ലൊരു കുടുംബത്തിൽ ലോകം മുഴുവൻ ഒരു തറവാട്, എല്ലാവരും ഒരു കുടുംബത്തിൽ അങ്ങനത്തെ പോലെ, ഒരു തറവാട്ടിൽ അങ്ങനത്തെ പോലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച്, എല്ലാ ജ്ഞാനവും തികഞ്ഞ്, എല്ലാ സുഖവും മനസ്സുപയോഗിച്ച് ജീവിക്കുന്ന ഒരു യുഗം. അതാണ് അവസാനം എത്തിച്ചേരാൻ പോകുന്നത്. അത് പടിപടിയായിട്ടാണ്. സോഷ്യൽ സ്റ്റഡീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗോത്ര കാലഘട്ടം, കൊളോണിയലിസം, പിന്നെ ഇന്നുള്ള കാലഘട്ടം. പഠിക്കാനിരിക്കുന്നതാണ് അവസാനത്തെ യുഗം, അതായത് ലോകം ഒരു കുടുംബമായി മാറുന്ന അവസ്ഥ. അത് വേദത്തിൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കലിയുഗത്തിൻ്റെ അവസാനത്തിലാണ് ഒരു സുന്ദരമായ ലോകം ഉണ്ടാവുക. ആ ലോകം മുഴുവൻ ഒന്നായിട്ട് തീരുന്ന അവസ്ഥ. ഈ 3 ഘട്ടം കഴിയുമ്പോൾ 3 ലോകമഹായുദ്ധങ്ങളെ പറ്റി പറയുന്നുണ്ട്. സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുമ്പോൾ അറിയാം, 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം, 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ ശേഷമാണ് ലോകം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുക. നമ്മൾ 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ പടിവാതിൽ, 3-ാം ലോകമഹായുദ്ധത്തിൽ തന്നെയാണ് എന്ന് പറയാം, നടുവിലാണ്. നമുക്ക് പുറമെ പത്രവും യൂട്യൂബെല്ലാം നോക്കുമ്പോൾ എവിടെ എല്ലാ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ന്യൂക്ലിയർ ബോംബ് ഇപ്പം പ്രയോഗിക്കുമോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലോകത്തിൻ്റെ 3-ാം ലോകമായുധം അത് തന്നെയാണ് കൃതയുഗത്തിൻ്റെ അവസാനത്തിലുണ്ടായ പരശുരാമനിലൂട്ടിയുള്ള യുദ്ധം. 2-ാമത്തത് ലങ്ക, വിദേശിക്കെതിരായിട്ട് രാമൻ നടത്തിയ യുദ്ധം. കൃതയുഗം, ത്രേതായുഗം കഴിഞ്ഞിട്ട് പിന്നെ ദ്വാപരയുഗം, കൃഷ്ണൻ്റെ കാലഘട്ടം. അതിൻ്റെ ശേഷമാണ് മഹാഭാരത യുദ്ധം ഉണ്ടാകുന്നത്. ലോകം ഒരു സുന്ദരമായ ലോകത്തിലേക്ക് പോകുന്നത്. കാലത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, കഥരൂപത്തിൽ പറയുമ്പോൾ കാലമൊന്നും ഇത്ര കൃത്യ ഡേറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി തന്നെ നടക്കുന്നൊന്നും ചിന്തിക്കട്ടെ. അതിൻ്റെ ആശയം എടുത്തു കഴിഞ്ഞാൽ 3-ാം ലോകമഹായുദ്ധത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ പടിവാതിക്കലാണ് നിൽക്കുന്നത്. ആ യുദ്ധത്തിൻ്റെ നടുവിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിലൂടെ എങ്ങനെയാണ് ആ ഘട്ടങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആ ലോകമഹായുദ്ധം നടത്തിയത്
അതിനെല്ലാം നേതൃത്വം കൊടുത്തത് കൃഷ്ണൻ തന്നെയാണ്. അതായത് മഹാഭാരത യുദ്ധം. ഇവിടെ നോക്കുകയാണെങ്കിൽ അതിന് പകരം ഒരാളെ എടുക്കണ്ടെങ്കിൽ അത് പുട്ടിനെ എടുക്കുന്നതായിരിക്കും നല്ലത്. കൃഷ്ണൻ എന്തിനാണ് അതിൻ്റെ നേതൃത്വം എടുത്തത്? ചൂതുകളിയിലൂടെ, കള്ളച്ചൂതുകളിയിലൂടെ അർഹതപ്പെട്ടവനെല്ലാം സ്ഥാനം നഷ്ടപ്പെട്ട് പാണ്ഡവർക്ക് ഒരു സൂചി കുത്താൻ സ്ഥലം കൊടുക്കില്ല എന്ന് വാശി പിടിച്ചപ്പോഴാണ് കൃഷ്ണൻ പിന്നെ എന്നാൽ പിന്നെ യുദ്ധമാകട്ടെ എല്ലാ വഴിയും നോക്കിയിട്ട് വഴിയൊന്നും ഇല്ലാതെ പിന്നെ യുദ്ധത്തിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞത്. ഇവിടെ മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പടിവാതിക്കലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അവിടെയും പുട്ടിൻ ഇറങ്ങിയതിനൊരു കാര്യമുണ്ട്. അത് മാധ്യമങ്ങൾ അധികമൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ രാജ്യം ആക്രമിച്ചു എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ട് പുട്ടിൻ ചെയ്തതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾ അടിച്ചിരിക്കുന്നത്. പക്ഷേ പുട്ടിൻ പറയുന്നതിനൊരു കാര്യമുണ്ട്. പുട്ടിൻ്റെ റഷ്യക്കാർ ഉക്രൈനിൽ കുറേ ഉണ്ടായിരുന്നു, കുറേ ദേശങ്ങളിൽ, ഭൂരിപക്ഷം അവരായിരുന്നു. അവരെയെല്ലാം കണ്ടമാനം ദ്രോഹിച്ചു. അതിന് നാറ്റോ സഹായം ചെയ്തു കൊടുത്തു. നാറ്റോൻ്റെ പക്ഷത്താണല്ലോ ഉക്രൈൻ. ആ റഷ്യക്കാരെ വളരെയധികം അവിടെ ഏറ്റുമുട്ടലുകൾ പലതും നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും മാധ്യമത്തിൽ വന്നിട്ടില്ല. അപ്പം അവരുടെ സ്ഥലങ്ങളാണ് ലിബറേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു പ്ലാനിലാണ് പുടിൻ യുദ്ധത്തിനിറങ്ങിയത്. അവസാന കൈ എല്ലാം പരീക്ഷിച്ച് ഫെയിലർ. അപ്പം ആ സമയത്ത് നാറ്റോയിലും കൂടിയും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടാണ് പുടിൻ ഇറങ്ങിയിരിക്കുന്നത്. പുടിൻ വെറുതെ കയറിയിട്ട് ഒരാളെ ദേശം പിടിക്കാനല്ല. അപ്പം അവിടെയും കാര്യമുണ്ട്. എന്നിട്ട് യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഏറ്റുമുട്ടുന്നത് ആരാണ്? അപ്പുറം അപ്പുറം ഉക്രൈൻ ആണെങ്കിലും അതിൻ്റെ പിന്നിലുള്ളത് നാറ്റോ രാഷ്ട്രങ്ങളാണ് അണിചേർന്നതെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാതെ ഉക്രൈന് മാത്രമല്ല, നാറ്റോ രാഷ്ട്രങ്ങളാണ് ഇപ്പോഴും ഇപ്പുറം പുടിൻ. പക്ഷേ നാറ്റോ രാഷ്ട്രങ്ങളുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നേരിട്ട് ഏറ്റുമുട്ടാഞ്ഞത്? ഇതുവരെ എത്രയോ കാലമായിട്ട് കോൾഡ് വാർ ഉണ്ട്, എന്നിട്ട് ഏറ്റുമുട്ടിയില്ല. എന്തുകൊണ്ട്? ന്യൂക്ലിയർ ബോംബാണ് കൈമേലുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സർവനാശം എല്ലാം നശിച്ചു പോകും, ആർക്കും ജയിക്കാൻ പറ്റില്ല. അങ്ങനെ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ കൃഷ്ണൻ ഉപദേശിച്ചതാണ്, വെറുതെ നീ യുദ്ധം ചെയ്തിട്ട് അർജുനനോട് ആളുകളെ കൊന്നിട്ട് എന്താ കാര്യം? ആ ശിഖണ്ഡിയെ എടുത്ത് മുന്നിൽ നിർത്തുക. രാമകഥയിലൊന്നും ശിഖണ്ഡിയെ മുൻനിർത്തിയിട്ടില്ല. ശിഖണ്ഡിയെ മുൻനിർത്തുവാൻ പറഞ്ഞപ്പോൾ ശിഖണ്ഡിക്ക് എന്താണ് പ്രത്യേകത? ശിഖണ്ഡി എന്നത് സെക്സുമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമല്ല. ആ വിഷയത്തിൽ, അതായത് അവിടെ ധർമ്മപുത്രരുടെ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ടാണ് മഹാഭാരതം ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ ശിഖണ്ഡിക്ക് അതിലൊന്നും താല്പര്യമൊന്നുമല്ല. ശിഖണ്ഡിക്ക് വ്യക്തിപരമായ ഒരു കാര്യമാണ്. പണ്ട് ഭീഷ്മരെ കല്യാണം കഴിക്കാത്തതുകൊണ്ട് ആണ് ശിഖണ്ഡിയായിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ ഭീഷ്മരെ ഒന്ന് ശരിയാക്കണം എന്നുള്ളത്. അതായത് സ്വന്തം കാര്യം. അങ്ങനെ ഒരാളെ മുൻനിർത്തി യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയർ ബോംബെന്നെല്ലാം പ്രയോഗിക്കുന്നത് ഒഴിവായി കിട്ടും. അതുകൊണ്ട് തന്നെയാണ് വേൾഡ് രാഷ്ട്രങ്ങൾ മൂന്നാം ലോകമഹായുദ്ധത്തിൽ ഇറങ്ങിയപ്പോൾ പുടിൻ മുന്നിൽ പിടിച്ചിട്ടിരിക്കുന്നത് ഉക്രൈനാണ്. കഥയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. പാണ്ഡവര് അവരുടെ ആളായിട്ടാണ് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയെങ്കിൽ ഇവിടെ പുടിൻ എതിരുകക്ഷി എന്ന നിലയിലാണ് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിരിക്കുന്നത്. പക്ഷേ കഥയിൽ അങ്ങനെ ചെറിയ ആശയം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അതാണ് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഇസ്രായേലിനെ എല്ലാം കൊണ്ടുവന്നു. ഇസ്രായേലിനെയും പിടിച്ചിട്ടത് ആലേക്ക് നീങ്ങിയിട്ടുണ്ട്. അങ്ങനെ യുദ്ധം. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളെല്ലാം കഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോകുന്നത്. അവസാനം എവിടെ എത്തി നിൽക്കുന്നു?
ഉക്രൈൻ ഉക്രൈനിലുള്ള ആയുധ സ്ഥലങ്ങൾ ഏകദേശം 20% റഷ്യയുടെ കൈമിലെത്തി. അമേരിക്ക കൊടുത്ത ആയുധങ്ങൾ മുഴുവൻ അവിടെ കൊണ്ടുപോയി കത്തിക്കുകയാണ്. അവരുടെ കലവറ തീർന്നു എന്നാണ്. അപ്പോഴാണ് അതേപോലെ തന്നെ ഇസ്രയേലും ഇറാനും എല്ലാം തമ്മിൽ അടിച്ചിട്ട് ഒരു വല്ലാതെ വഴിക്കെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധം തുടങ്ങുമ്പം തന്നെ വേറൊരു പ്രത്യേകത നമുക്ക് കാണാം. ധർമ്മപുത്രരുടെ നടുക്ക് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ആരെങ്കിലും ഇപ്പോഴേക്ക് വരണ്ടിക്കൽ ഇങ്ങോട്ടേക്കും വരാം, ഇവിടെയുള്ളവർക്ക് അപ്പുറം പോണ്ടിക്കൽ അങ്ങോട്ടും പോകണം. അങ്ങനെ ഒരു യുവിറ്റ്സു എന്ന ഒരു കക്ഷി വന്നിരുന്നു. ഇവിടെയും അങ്ങനെ ചിലവർ ഇപ്പുറം വന്നിട്ടുണ്ട്. സൗദി പോലുള്ള എല്ലാം ഇപ്പുറം വന്നിട്ടുണ്ട്. നാറ്റോയിലുള്ള തുർക്കി ഏകദേശം ഇസ്രായേലായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പല രാഷ്ട്രങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പം ആ കഥയിലുള്ള എല്ലാ സംഗതികളും ഇവിടെയും കാണുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾ കഷ്ടപ്പെട്ട്, ജനങ്ങളാണ് ഇതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടുന്നത്. അങ്ങനെ ജനത്തിന് ഇത് മതിയായിട്ടാണ്, നമുക്കറിയാലോ, ഇസ്രായേലിലെ തന്നെ ജനങ്ങളെല്ലാം തെരുവിലെല്ലാം ഇറങ്ങിയാണ് ആ ഭരണാധികാരികൾക്കെതിരായിട്ട്. മറ്റേ ഹമാസിൻ്റെ എല്ലാ ദേശത്തുള്ള പ്രശ്നങ്ങൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെയുള്ള പ്രകടനമാണ് അമേരിക്കയിൽ നടന്നത്, ട്രംപിനെ ജയിപ്പിച്ചത്. ട്രംപ് നല്ലൊരു വ്യവസായിയാണ്. അപ്പോൾ ട്രംപിനെ ജയിപ്പിച്ചു. ബ്രിട്ടനിലും ലേബർ പാർട്ടീനെല്ലാം ജനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും കാര്യങ്ങളിൽ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ ട്രംപിനൊരു പ്രത്യേകതയുണ്ട്, ട്രംപ് നല്ലൊരു വ്യവസായിയാണ്. വ്യവസായികൾ ഒരിക്കലും രാഷ്ട്രീയം പിടിച്ചു കഴിക്കില്ല. കാരണം വ്യവസായി എന്ന നിലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി സംഭവിച്ചത് എന്താണ്? അമേരിക്കയിലൂടെ എല്ലാ ഷോക്കേസിലും ചൈനീസ് സാധനങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. ചൈനീസ് സാധനങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. ആ കാലഘട്ടത്തിൽ അതിനെപ്പറ്റിയായിരുന്നു സംസാരം. കാരണം ആഗോളവൽക്കരണം അതൊന്നും വേണ്ട, ഇനി വലിയാക്കണം എന്നെല്ലാം പറഞ്ഞ് നടക്കുകയായിരുന്നു. പിന്നെ ഇപ്പം ഭരണത്തിൽ ഇറാൻ പോകുന്നത് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് എന്താണ്? ആയുധം ശാലകളെല്ലാം ശൂന്യമായിരിക്കുകയാണ്. എല്ലാം കൊണ്ടുപോയിട്ട് ഉക്രൈനിൽ കൊടുത്തിട്ട് റഷ്യക്കാർക്ക് കത്തിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ട്രംപ് ചെയ്യുന്ന എന്തായിരിക്കും? ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ രണ്ട് പാർട്ടിക്കും വേണ്ടി ആയുധം വിൽക്കുകയല്ലാതെ ബിസിനസ്സുകാരനെ അല്ലെ വ്യവസായി അല്ലെ വ്യാപാരി ചെയ്യുന്ന അതായിരിക്കും. ആയുധം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊന്നുമല്ല, സ്വന്തം ആയുധം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കത്തിക്കാൻ കൊടുത്തതാണ്. ഇത് ഒരു വ്യവസായിക്ക്, വ്യവസായം നടത്തുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അദ്ദേഹത്തിന് വേണ്ടത് ഇനിയിപ്പോൾ അമേരിക്കയെങ്കിലും രക്ഷിക്കണം. എന്ത് വേണം? അവിടെ അദ്ദേഹം നല്ലൊരു വ്യവസായിയാണല്ലോ. എല്ലാം അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കണം. എല്ലാ കച്ചവടക്കാരെല്ലാം ചൈനയിലെല്ലാം കച്ചവടം ചെയ്യാൻ പറ്റും. എല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്ന് ചൈനക്കാരുടെ സാധനം ഒന്നും കഴിഞ്ഞ് നമുക്ക് വേണ്ട, നമ്മളെ ഷോക്കേസ് മുഴുവൻ നമ്മൾ തന്നെ ഉണ്ടായിക്കോളാം. അങ്ങനെ അമേരിക്കക്ക് വേണ്ടത് ഉണ്ടാക്കുക, ആ ഒരു ലക്ഷ്യമാണ് ട്രംപിനുള്ളത്. അതുകൊണ്ട് അത് യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഈ പരിപാടി ഒന്നും നടക്കില്ല. അപ്പോഴെന്താണ് അദ്ദേഹം ആദ്യം തന്നെ ചെയ്തത്? ഉക്രൈനോട് വിളിച്ചിട്ട് പറഞ്ഞ് ഉടനെ നിർത്തിക്കോളണം. ഇസ്രായേലുമായിട്ട് പണ്ട് ഭയങ്കര സൗഹൃദത്തിലുള്ള രാഷ്ട്രമാണ്. കാര്യമെല്ലാം ശരി തന്നെ. പക്ഷെ ഇപ്പോൾ സ്വന്തം അമേരിക്കയുടെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമ്പോഴേ യുദ്ധം വന്നുകൊണ്ട് നടന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു പ്രസ്താവന അടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഭരണമേൽക്കുന്ന 20 എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നിട്ട് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട്, എന്താ വേണ്ടതെന്ന് വെച്ചാൽ അടിച്ച് ജയിക്കുകയോ എന്തോ ചെയ്തോളണം. അതായത് യുദ്ധം ഭരണമേറ്റെടുത്ത് കഴിയുമ്പോൾ അതുവരെയുള്ള എല്ലാ പിന്തുണയുണ്ട്, നേടേണ്ട എല്ലാം അതിൻ്റെ അടുത്ത് നേടിക്കോളണം. അത് കഴിഞ്ഞാൽ പരിപാടി പറ്റില്ല. കാരണം അതങ്ങനെയാണ്. കാരണം പുട്ടിനുമായിട്ട് സൗഹൃദത്തിൽ തന്നെയാണ്. കാരണം ഒരു വ്യവസായി എപ്പോഴും വ്യവസായത്തെപ്പറ്റി ചിന്തിക്കുന്നവർ
രാഷ്ട്രീയക്കാരോട് പുട്ടിൻ നല്ലൊരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്, നല്ല നിലയിൽ പോവുകയും ചെയ്യുള്ളൂ. ഇപ്പം കേരളത്തിൽ ആര് ഭരിച്ചാലും വ്യവസായികൾ എന്ത് ചെയ്യും? അവരോട് സഹകരിച്ച് വ്യാപാരി വ്യവസായികളെല്ലാം അവരോട് സഹകരിച്ചിട്ടേ പോവുള്ളൂ, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. രാഷ്ട്രീയക്കാരും അവരോട് സഹകരിക്കുകയും ചെയ്യും. ആ നിലയിൽ പുട്ടിനുമായിട്ട് സഹകരണം ഉണ്ടാക്കാൻ ട്രംപ് ശ്രമിക്കുകയുള്ളൂ. പണ്ടും കൊറിയയായിട്ട് ഭയങ്കര വാക്കറക്കലുണ്ടായിരുന്നു, കേട്ട് കഴിഞ്ഞാൽ അന്തം വിട്ടു. എന്നിട്ടും ഏറ്റുമുട്ടാനൊന്നും പോയില്ല. കാരണം എന്തിനാ? വ്യവസായികൾക്ക് നല്ല തന്ത്രം അറിയാം. എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുമായിട്ട് ഒരു ധാരണയുണ്ടാകും. കാരണം അത് തന്ത്രമാണ്. നാട് ഉന്നതിയിലേക്ക് പോകണ്ടെങ്കിൽ ഏറ്റുമുട്ടി കഴിഞ്ഞിട്ട് എന്താ ഫലം ഉണ്ടായത്? ഇപ്പോൾ റഷ്യയായിട്ട് ഏറ്റുമുട്ടി, നിങ്ങളെ കമ്പോളമൊന്നും വേണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങളെ എണ്ണയും വേണ്ട എന്ന് പറഞ്ഞാൽ അവസാനം വെള്ളം കുടിക്കുകയാണ് നാറ്റോ രാഷ്ട്രങ്ങളിൽ പലവരും. ഒരു യുദ്ധത്തിലൂടെ എല്ലാ വ്യവസായം വളർത്തേണ്ടത്. മറ്റുള്ളവർ തമ്മിൽ അടിച്ചിട്ട് ആയുധം വിൽക്കുന്ന പോലെയല്ല, നേരിട്ട് കയറി ഏറ്റെടുക്കുമ്പോൾ അത് നഷ്ടക്കച്ചവടമാണ്. അത് ട്രംപിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ട്രംപിന് വേണ്ട എല്ലാ യുദ്ധവും നിർത്തിയിട്ട് ആദ്യം വേണ്ട എന്താണ്? അമേരിക്കയിലെ ഷെൽഫുകൾ, അമേരിക്കയിലെ സാധനം ഉണ്ടാക്കിയിട്ട് നടക്കണം, സ്വന്തം കാര്യം നോക്കണം. അതിന് റഷ്യക്കൊന്നും എതിർപ്പൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ റഷ്യൻ്റെ കാര്യമല്ലേ നോക്കുന്നത്. പിന്നെ അമേരിക്കയുടെ കാര്യം നടക്കുന്നതിൽ എന്താണ് പ്രശ്നം? എവിടെയാണ് പ്രശ്നം? മറ്റുള്ള കാര്യത്തിലെല്ലാം കയറിയിട്ട് റഷ്യൻ പ്രസിഡന്റ് തന്നെ പറയുന്ന ഒരു പുതിയ ലോകക്രമം വരണം. ഓരോ രാഷ്ട്രത്തിനും അതിൻ്റേതായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് നല്ല നിലയിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ടേക്കും. അല്ല ആരും ആരെയും കയറിയിട്ട് ഭരിക്കാനൊന്നും നിൽക്കണ്ട. ആ ഒരവസ്ഥയാണ് വേണ്ടത്. അപ്പം അമേരിക്കയുടെ കാര്യം നോക്കുന്നതിൽ എന്താ തെറ്റ്? അതങ്ങനെ നോക്കണം. അവരവരുടെ രാജ്യം പുരോഗമിപ്പിക്കണം മാക്സിമം. എന്നിട്ട് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കണം. അതല്ലേ വേണ്ടത്. ഏതുപോലെ എന്നാൽ ഇപ്പം ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളുണ്ട്. തമിഴ്നാടുണ്ട്, കർണാടകമുണ്ട്, കേരളമുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? എത്ര സൗഹൃദത്തിലാണ് പോകുന്നത്. മറ്റേ ഏതോ ഒരു സിനിമയിൽ ജയജി ശിവകുമാർ പറഞ്ഞ ഓർമ്മയില്ല, ആരാമവും അടുക്കളയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ, ഞാൻ ആരാമത്തുനിന്ന് ആന്തൂറിയം പറിച്ചിട്ട് അങ്ങോട്ട് തരാം, അടുക്കളയിൽ നിന്ന് അവലിയസുള്ള ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് താന്നെല്ലാം പറഞ്ഞ മാതിരി കേരളക്കാർ വെള്ളം അങ്ങോട്ട് കൊടുക്കുന്നു, തമിഴ്നാട്ടുകാർ പച്ചക്കറി ഉണ്ടാക്കിയിട്ട് അരിയെല്ലാം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് തരുന്നു. എന്തൊരു സൗഹൃദം! ഒരടിയുമില്ല. ഇനി അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് രാഷ്ട്രീയക്കാർ കയറിയടക്കം വിടുമ്പോഴാണ് അവിടെ വെച്ച് കുളം കലക്കുന്നത്. ഈ വെള്ളം കൊടുക്കുന്നതിനെ പറ്റിയെല്ലാം ഉള്ള കുളം കലക്കലുണ്ടല്ലോ, ഇതെല്ലാം രാഷ്ട്രീയക്കാരാണ്. കാരണം സുപ്രീം കോടതി പോലും പലതും ചിന്തിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും നല്ലൊരു സൗഹൃദത്തിലാണെങ്കിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് കയറി വന്നിട്ടില്ല എങ്കിൽ രണ്ട് മുഖ്യമന്ത്രിമാർക്ക് ഇരുന്നിട്ട് തീർക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പ്രതിപക്ഷമെല്ലാം കയറിയിട്ട് രാഷ്ട്രീയം കളിക്കുമ്പോഴാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. അത് തന്നെയാണ് ലോകത്തിലെ രാഷ്ട്രീയം കളിച്ചിട്ട് തന്നെയാണ് ഈ അവസ്ഥയിലെത്തിയത്. ട്രംപിന് അതല്ല. ട്രംപിന് അപ്പം കേരളം, തമിഴ്നാട് എന്ന നിലയിൽ അവരവരുടെ കാര്യം നോക്കുന്ന പോലെ അമേരിക്കയും റഷ്യയും ചൈനയും എല്ലാം അവരവരുടെ കാര്യം നോക്കി നടന്നു കഴിഞ്ഞിട്ട് അവരവരുടെ എല്ലാം അവരവരുടെ ഉൽപ്പാദിപ്പിക്കണം, എന്നിട്ട് സഹകരണത്തിൽ പോകണം. അതാണ് റഷ്യയുടെ താല്പര്യം. പുടിൻ അത് പ്രത്യേകം പറഞ്ഞു, പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ ലോകക്രമം എല്ലാവർക്കും. അതാണ് ബ്രിക്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ്? അത്തരത്തിൽ തന്നെയാണ് സൗഹൃദത്തിൽ പോകുന്ന ഒരു കൂട്ടായ്മ. UN പോലും അതിനനുസരിച്ച് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനത്തെ കാലം എത്ര കാലം ഉണ്ടാകുന്ന വെച്ചാൽ കുറച്ച് കാലം. അത് എത്തിയല്ലോ, ലോകത്തിൻ്റെ അവസാനം എത്താൻ പോവുകയാണ്, പിന്നെ പ്രളയമാണ്. അത് കുറച്ച് കാലത്തേക്കേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് ട്രംപും പുടിനും ചേർന്നുകൊണ്ട് തന്നെയാണ് ലോകത്ത് നയിക്കാൻ പോകുമ്പോൾ, അതായത് യുദ്ധം അവസാനിക്കാൻ പോകുന്ന ഒരു നല്ലൊരു സമയത്തേക്കാണ് പോകുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ വേറെ ഇവിടെ മുമ്പിൽ കിടന്ന് അടിക്കുന്ന കുറച്ച് കക്ഷികളുണ്ട്.
അതെന്ന് പറഞ്ഞാൽ മത തീവ്ര രാഷ്ട്രങ്ങളാണ്. മതത്തിൻ്റെ പേരിൽ തീവ്ര രാഷ്ട്രീയം കളിക്കുന്നവരാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. മതങ്ങൾ തമ്മിലായിട്ടും തിരിഞ്ഞും, ഒരു മതത്തിലെ തന്നെ പല വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞു എല്ലാം തമ്മിലടിച്ച് നിൽക്കുന്നവരാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ മുമ്പിൽ കിടന്നുകൊണ്ട് അടിക്കുന്നത്. അങ്ങനെ മുമ്പിൽ കിടന്ന് അടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്തായിരിക്കും? ബാക്കിയുള്ളവരെല്ലാം കൈവിട്ട് കഴിഞ്ഞാൽ, ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാം 20-ാം തീയതിക്ക് മുമ്പിൽ തീർത്തോളം. ഏത് ജാനുവരി 20 നടക്കും ഭരണം ഏൽക്കുന്നതിനൊക്കെ ആ സമയത്തിനുള്ളിൽ. അപ്പോൾ ഇപ്പോൾ അവിടെ ഭയങ്കരമാണ്. ഹമാസും ഇസ്രായേലും എല്ലാം കൂടിയിട്ട് നിരന്നടിക്കുകയാണ് അവിടെ. അവസാനം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അവർ തന്നെ അടിച്ചിട്ട് ഇല്ലാതെയാവും. തമ്മിൽ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നിക്ക് ഇതെല്ലാം മതിയാക്കിയിട്ട് ഇനി മതവും രാഷ്ട്രീയവും തമ്മിൽ ആ കൂട്ടിക്കടന്ന ഒരു കളിയുണ്ടല്ലോ, അതെല്ലാം മതിയാക്കിയിട്ട് അവരവരുടെ രാഷ്ട്രത്തിൻ്റെ കാര്യം നോക്കി നടത്തുക. ട്രംപ് അതാണ് ചെയ്യാൻ പോകുന്നത്. അമേരിക്കയുടെ കാര്യം ചിന്തിച്ചു കൊണ്ടുപോകാനാണ്. അതുപോലെ ഓരോ രാഷ്ട്രങ്ങൾ അവരവരുടെ കാര്യം നോക്കിയിട്ട് ഇതെല്ലാം മതിയാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുക, അല്ലെങ്കിൽ തമ്മിൽ ഭരിച്ചുകൊള്ളുക. അതോടുകൂടി ഈ ലോകത്തുനിന്ന് ഇന്ന് ലോകത്തിന് മുമ്പിൽ കിടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതുതന്നെയാണ്. പണ്ട് വിവേകാനന്ദൻ പറഞ്ഞിരുന്നു കേരളം പ്രാധാന്യമാണെന്ന്. കേരളം മാത്രമൊന്നുമല്ല, ലോകം മുഴുവൻ പ്രാധാന്യമാണ്. ഇന്ന് ഈ ഏറ്റുമുട്ടലിൻ്റെ മുമ്പിൽ എന്താണ് നിൽക്കുന്നത്? എന്നിട്ട് അതിനെ പിടിച്ചുകൊണ്ട് മറ്റുള്ള രാഷ്ട്രങ്ങൾ, ഇന്ത്യയിലടക്കം കേരളത്തിലടക്കം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലുന്നത്. ഏതിൻ്റെ പേരിലാണ്? വിദേശത്ത് കാണുന്ന സംഭവം വെച്ചുകൊണ്ടാണ് ഇവിടെ തമ്മിൽ തല്ലുന്നത്. കാരണം വിദേശത്ത് എന്ത് നടക്കുന്നു അതിൻ്റെ ഒരു കോപ്പിയാണ് ഇവിടെ കാണുന്നത്. ഉദാഹരണമായിട്ട് പണ്ട് റഷ്യയും ചൈനയും, ഇപ്പോൾ റഷ്യേൻ്റെ ഭാഗത്ത് CPI, ചൈനനെ പൂർണ്ണമായിട്ട് CPM ബന്ധം വന്നിട്ടില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു തീവ്രവാദി ഗ്രൂപ്പ്, അത് റഷ്യ മാവോയിസ്റ്റ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ വിഭാഗം. എന്നിട്ട് ഇവിടെ അവർ തമ്മിലുള്ള അടികൾ സഹിച്ചുകൂടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നെ ആ റഷ്യയും ചൈനയും എല്ലാം ഒത്തപ്പോൾ ഇവിടെ അതെല്ലാം തീർന്നു, പ്രശ്നമെല്ലാം തീർന്നു. അതുപോലെ മതങ്ങൾ അവിടെ കയറിയിട്ട് തമ്മിൽ തല്ലുന്നത് കൊണ്ടാണ് ഇവിടെ തല്ലുന്നത്. കാരണം അതിൻ്റെ പൈസയും ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ പൈസയും വെച്ചുകൊണ്ടാണ് ഇവന്മാർ അടിക്കുന്നത്. പക്ഷേ അവിടെ അവരെ തല്ലുന്നത് ഒന്നിക്ക തമ്മിൽ തല്ലുന്നത് നിർത്തണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ട്രംപ് ഭരണത്ത് വന്നു കഴിഞ്ഞാൽ വേറെ വഴിയൊന്നുമില്ല, നിർത്തിക്കൊള്ളുക. എന്നിട്ട് അവരവരുടെ രാഷ്ട്രത്തിൻ്റെ കാര്യം നോക്കി കിടക്കുക. അപ്പം പിന്നെ ഈ പണവരവും എല്ലാം അങ്ങ് നിൽക്കും, ഇവിടെയുള്ള അടിയും നിൽക്കും. അല്ലെങ്കിൽ തമ്മിൽ തല്ലി മരിക്കുന്ന അവസ്ഥയാണ്. അവർ തമ്മിൽ അടിച്ചിട്ട് തന്നെ നശിച്ചോളും. പിന്നെ മതവും പറഞ്ഞുകൊണ്ട് ഒറ്റ ഒരുത്തം പുറത്തേക്ക് വരില്ല, പേടിക്കും. മതം എന്ന് കേൾക്കുമ്പം തന്നെ ഇവന്മാരുടെ ഈ തീവ്രവാദികളുടെ മതം മനുഷ്യൻ്റെ മനസ്സിൽ വെക്കാനുള്ളതാണ്, അല്ലാതെ തമ്മിൽ തല്ലാനുള്ളതല്ല. ഇത് രാഷ്ട്രീയവും പിടിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരാണ് കുളം തോണ്ടിയിരിക്കുന്നത്. മതങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട്. മതവും രാഷ്ട്രീയവും തമ്മിൽ എന്താ വ്യത്യാസവും, എന്താണ് അടുപ്പമുള്ളത്? ഒന്ന് ഭൗതികമാണ്, ഒന്ന് ആത്മീയമാണ്. ആത്മീയം എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായിട്ട് എല്ലാം വിട്ടുനിൽക്കേണ്ട കാര്യമാണ്. ഇവർ തമ്മിൽ ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി മുഴുവൻ. അപ്പം രാഷ്ട്രീയ കളി നിന്ന് കഴിഞ്ഞാൽ തന്നെ ട്രംപ് വരുമ്പോൾ രാഷ്ട്രീയം നിൽക്കും, സംശയമൊന്നുമില്ല. അവരവരുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതി നോക്കിയിട്ട് വ്യവസായികമായിട്ട് നടക്കും, അത്രയും ഉണ്ടാവും. അതോടുകൂടി എല്ലാവർക്കും ആ ലൈനിലേക്ക് പോകേണ്ടി വരും. അതിനെപ്പറ്റി അടുത്തതിൽ പിന്നെ പറയാം. അപ്പോൾ മതങ്ങളുടെ പേരിലുള്ള രാഷ്ട്രീയം പിടിച്ചുകൊണ്ടുള്ള ഈ കള്ളക്കളികൾ, മതങ്ങൾ അവരവരുടെ മനസ്സിലാണ് വേണ്ടത്. അത് സ്വന്തം ഉള്ളിൽ അത് പ്രകടിപ്പിക്കാനൊന്നുമില്ല. ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുകയില്ല. ഞാനിപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് പോലും വിശ്വസിച്ചിട്ട് പോലും വേറെ ആക്കെന്താണ് കാര്യം? ഒന്നുമില്ല. അത് അവരവരുടെ കാര്യം, പേഴ്സണൽ കാര്യമാണ്. അതിന് ഈ രാഷ്ട്രീയവും കൂടി കൂട്ടി കളത്തിയിട്ടാണ് കുളം തോണ്ടിയിരിക്കുന്നത്. ഇതെല്ലാം തീരും ഈ യുദ്ധത്തോടു കൂടി. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഈ യുദ്ധത്തോടു കൂടി ഈ മതം തലക്ക് പിടിച്ചിരിക്കുന്ന ഈ രാഷ്ട്രീയം പിടിച്ചുകൊണ്ടുള്ള ഈ കളിയുണ്ടല്ലോ, അതങ്ങ് തീരും. അവർക്ക് തന്നെ മതിയാവും, ജനത്തിന് മതിയാക്കും. അല്ലെങ്കിൽ അവർ ആ തീവ്രവാദികൾ തമ്മിൽ തല്ലിയിട്ട് മരിക്കും, അത്ര തന്നെ. വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെയാണ് മഹാഭാരത കഥയിൽ അപ്പോൾ മുന്നിൽ പ്രതിചേർത്ത് യുദ്ധമെല്ലാം നടന്നു.
അവസാനം ഒരു ഭാഗം തോക്കുമല്ലോ. ഇവിടെ ആരാണ് തോറ്റതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ്റെ കാര്യം ഒരു വഴിക്കാവും. ഇസ്രയേലും ഇറാനും അവരും പിന്നെ ഇനി വേറെ രക്ഷയൊന്നുമില്ല, മതിയാക്കൽ തന്നെയാണുള്ളത്. പക്ഷെ ഇതിൻ്റെ പിന്നിലെല്ലാം കളിച്ച ഒരു രാഷ്ട്രീയമുണ്ട്. ആ വിഭാഗത്തിൽ ആ അവസ്ഥ വരുമ്പോഴാണ് ട്രംപ് വരുമ്പോൾ ഒരു പുതിയ ലോകക്രമം. ഓരോ രാഷ്ട്രങ്ങൾ അവരവരുടെ കാര്യം നോക്കിയിട്ട് ഇന്ത്യയിൽ തമിഴ്നാട് ഇതുള്ള പോലെ ഓരോ രാഷ്ട്രങ്ങളും അവരുടെ വഴിക്ക് പോകും. അങ്ങനെ ഒരു സിസ്റ്റം വരുമ്പോൾ ഈ യുദ്ധം അവസാനിക്കും. പക്ഷേ അത് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പിൽ ഇതിൽ തോൽവി പറ്റിയവർ നമുക്ക് ശേഷം പ്രളയം എന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ അവൻ ജീവിക്കേണ്ട ആര്? ജയിച്ചവരെന്ന് പറയുമ്പോൾ ഇവിടെ ട്രംപിനെതിരായിട്ട് പോലും ഭയങ്കരം ശത്രുതയുണ്ട് ഉള്ളിൽ, കൊല്ലാൻ പോലും നടന്നിട്ടില്ല. അങ്ങനെ ട്രംപ് ഭരിക്കണ്ടെന്നോ അതിൽ പുട്ടിൻ അങ്ങനെ ഷൈൻ ചെയ്യണ്ടെന്നോ എന്തെല്ലാം ഒരു ചിന്ത വരുമ്പോൾ ഗുരുവിൻ്റെ കീഴിലുള്ള അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം കയറി തൊടുത്തിട്ടുണ്ട്. കാലം ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ഒരു ബ്രഹ്മാസ്ത്രം തൊടുത്തല്ലേ പറ്റൂ, കാലം അങ്ങനെ പോവുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇന്നലെ ഒരു വാർത്ത വന്നത്, ഉക്രൈന് അമേരിക്കയുടെ ലോങ് മിസൈലുകൾ, ദൂരെ അടിക്കാൻ പറ്റുന്ന മിസൈലുകൾ, റഷ്യയുടെ അകത്തടിക്കാനുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നു. റഷ്യ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളെ നാട്ടിലേക്ക് ഏത് രാഷ്ട്രം ആയുധം കൊടുത്ത് അടിച്ചാലും, ആരാണോ ആയുധം കൊടുത്തത്, അത് അമേരിക്ക ആയാലും ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും ബ്രിട്ടൻ ആയാലും, ആ രാജ്യം അടിക്കുന്നതായി കണ്ടുകൊണ്ട്, യുദ്ധം ചെയ്യുന്നതായിട്ട് കണ്ടുകൊണ്ട് തിരിച്ച് നമ്മൾ അടിക്കുന്നു. അപ്പം ഇപ്പോൾ അവസാന നിമിഷത്തിൽ അതെടുത്ത് പ്രയോഗിക്കാനുള്ള, അപ്പം സെലൻസ്കി അത് ഉപയോഗിക്കുക എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോവുകയാണ്. അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ റഷ്യയും കയറി, എന്താണ് പ്രയോഗിക്കുന്ന, റഷ്യയിൽ കയറി അടിച്ചാൽ അത് അടിക്കുന്നുള്ള. കാരണം മഹാഭാരതത്തിൽ അവസാനം ഒരു കൂട്ടയടി പറഞ്ഞിട്ടുണ്ട്. അതിപ്പം നടക്കുക, ഇനി എങ്ങനെ കാല വ്യത്യാസം വരുമെന്ന് പറയാം. കഥയും ഇതും അത്രയും ബന്ധിപ്പിച്ച് പോകാൻ പറ്റില്ല. അടിക്കുമെന്നത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അത് ന്യൂക്ലിയർ ബോംബും അവസാനം പ്രയോഗിക്കും, അത് ആകാശത്ത് വെച്ച് തടുക്കുമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും കാലം മുന്നോട്ടേക്ക് പോകും. കാലമാണല്ലോ ഇതെല്ലാം കൊണ്ടുപോകുന്നത്. അപ്പം കാലത്തിനെതിരായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാലം നല്ലൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. സംഭവിക്കാൻ തന്നെ ജനങ്ങളുടെ മരണം, അത് മഹാഭാരതം പറഞ്ഞത്, എത്ര പേരാണ് മരിക്കുന്നത് യുദ്ധത്തിൽ. അപ്പം അങ്ങനെ കുറേ അനർത്ഥങ്ങളുണ്ടാകും. പക്ഷേ ലോകം അതിൻ്റെ കാലം അതിൻ്റെ ഉദ്ദേശിച്ച ലോകമേ തറവാട് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോഴിങ്ങനെയൊരു ആയുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ, റഷ്യ കയറി വല്ലവരെയും അടിച്ചു കഴിഞ്ഞാൽ, പിന്നെ അത് ന്യൂക്ലിയർ ബോംബ് പൊട്ടുന്ന തരത്തിലാകുമോ? എല്ലാ ന്യൂക്ലിയർ ബോംബ് പിന്നെ എപ്പോഴെങ്കിലും ആണോ പ്രയോഗിക്കാൻ പോകുന്നത്? അതെല്ലാം ഇനി എന്തായാലും ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ലോകമഹായുദ്ധത്തിൻ്റെ നിലയിലേക്ക് അത് വളരും. അത് ന്യൂക്ലിയർ ബോംബ് അവസാനം ആരെങ്കിലും കയറി പ്രയോഗിക്കുകയും ചെയ്യും. അശ്വത്ഥാമാവിനെ പോലെയുള്ളവർ ഗുരുവൊന്നും പ്രയോഗിച്ചിട്ടില്ല. നമ്മൾ ഈ യുദ്ധത്തിലും ഒരു കാര്യം മനസ്സിലാക്കണം. യുദ്ധത്തിൽ ഭീഷ്മർ ആയുധം താഴെ വെക്കുകയാണ് ചെയ്തത്, യുദ്ധം മതിയാക്കിയിട്ട്. ഗുരുവും ആയുധം താഴെ വെക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് നാറ്റോ രാഷ്ട്രങ്ങളും ആയുധം താഴെ വെക്കാൻ, ട്രംപ് ഭരണത്തിലേറിയതോടുകൂടി നാറ്റോ രാഷ്ട്രങ്ങളും ആയുധം താഴെ വെക്കാനുള്ള അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെയും മഹാഭാരത കഥയിലൂടെ തന്നെയാണ് പോകുന്നത്. ആയുധം താഴെ വെക്കുകയാണ്, യുദ്ധം മതിയാക്കുകയാണ്.
ട്രംപ് പറഞ്ഞു യുദ്ധം നിർത്തണമെന്ന്. നാറ്റോ രാഷ്ട്രങ്ങൾക്ക് നിർത്തിയേ പറ്റൂ. ആ അവസ്ഥയിലേക്കാണ് കാലം നീങ്ങുന്നത്. പക്ഷെ അതിനിടക്ക് ഇങ്ങനെ ഒരു തോറ്റാണല്ലോ, ആ കൂട്ടത്തിൽ നിന്നാണല്ലോ എന്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുക. അപ്പം അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ഇന്ന് എത്തി നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ജ്യോതിഷത്തിലൂടെ നോക്കുമ്പോൾ, കാരണം ജാനുവരി 20 സമയത്താണ്, ആ സമയത്തിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കുവാനുള്ള സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നത് ഈ നവംബർ 28 അടുക്കുമ്പോഴുള്ള ദിവസങ്ങളിലാണ്. അത് ഡിസംബർ 5 വരെ അതിൻ്റെ പ്രഭാവം ഉണ്ട്. അപ്പോൾ ഈ വല്ലതും പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതെല്ലാം ഈ നവംബർ 28 അടുക്കുമ്പോഴാണ് കാണുന്നത്. അത് ഡിസംബർ 5 വരെ അതിൻ്റെ പ്രഭാവം കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ, പ്രകൃതിക്ഷോഭം പോലെയുള്ള ചില കാര്യങ്ങൾ, അതെല്ലാം ഈ സമയത്ത് കണ്ടുകൂടായിക്കൊന്നുമില്ല. പക്ഷേ ഇപ്പോഴുള്ള ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ സമയത്ത് ഞാൻ നോക്കിയിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഈ സാഹചര്യം വന്നപ്പോൾ അത് പ്രയോഗിക്കുമോ എന്ന് നോക്കിയപ്പോൾ അതിനുള്ളൊരു സാധ്യത കാണുന്ന ദിവസങ്ങൾ 28 അടുക്കുമ്പോഴാണ്. ഈ അടുത്ത് വരുന്ന ഇന്നത്തെയാണ് 19, ആ 28 അടുക്കുമ്പോഴാണ് അതിനുള്ളൊരു സാധ്യത കാണുന്നത്. പിന്നെ വലിയൊരു സാധ്യത വേറെയും. അപ്പോൾ ചൈനയും മറ്റുള്ള കൊറിയയെല്ലാം സൈഡിലാണ് നിൽക്കുന്നത്, റഷ്യ നേരിട്ട് മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ വേറൊരു ഘട്ടവും വരാനുണ്ട്. അത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അത് പറയാം. അതിന് കുറച്ച് ദിവസം മുമ്പിൽ, കുറച്ച് മാസം മുമ്പ് തന്നെ പറയാം. ആ സമയത്ത് അത് ട്രംപ് ഭരണം ഏറ്റെടുത്തതിന് ശേഷമാണ്. പക്ഷെ ആ സമയത്ത് ചൈനയാണ് മുന്നിൽ നിൽക്കുന്നത്. ചൈന മുന്നിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ലോകത്തെ മുഴുവൻ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് അത് കാണുന്നത്. അത് നമ്മൾ ചിന്തിച്ചാൽ മതി. ട്രംപ് ഭരണം ഏറ്റെടുത്തിട്ട് ട്രംപിൻ്റെ കാര്യം, എല്ലാ വ്യവസായങ്ങളും അമേരിക്കയിലേക്ക് വരണം, അമേരിക്കയിലുള്ള ഷെൽഫുകളെല്ലാം യുദ്ധമെല്ലാം നിർത്തണം, അമേരിക്കയിലുള്ള ഷെൽഫുകളെല്ലാം അവരുടെ പ്രൊഡക്റ്റ് കൊണ്ട് നിറയണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വിൽക്കണ്ടിക്ക് പുറത്തു പോകുമ്പോൾ ചൈന അതിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അമേരിക്ക സ്വന്തം കാലിൽ എല്ലാം ഉൽപ്പാദിപ്പിച്ച് നിൽക്കുമ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങൾക്കും അതേ ശൈലിയിലേക്ക് നീങ്ങേണ്ടി വരും. അത് പല രാഷ്ട്രങ്ങളിലും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാരണം ഇന്ന് ആരും സ്വന്തം കാലിലല്ല നിൽക്കുന്നത്. അവനവൻ്റെ വേണ്ട സാധനങ്ങളൊന്നും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ചിലത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, അത് കൊടുക്കുന്നു, വേറെവൻ്റെ സാധനം വാങ്ങി ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ അമേരിക്കയുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ, ശ്രദ്ധ അതിലേക്ക് പോകുമ്പോൾ ഓരോ രാഷ്ട്രങ്ങൾക്കും പിന്നെ അവരവരുടെ കാര്യത്തിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ റഷ്യ, ഇന്ത്യയിൽ, തമിഴ്നാട്, കേരളം എന്നുള്ളവർ ഓരോ ആൾ അവരവരുടേതിലേക്ക് കേന്ദ്രീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് ലോകം പോകുമ്പോൾ അവരവരുടെ നാട്ടിൽ അത് പെട്ടെന്ന് നടപ്പാക്കുക അത്ര എളുപ്പമല്ല പല രാഷ്ട്രങ്ങളിലും. ഉദാഹരണമായിട്ട് ശ്രീലങ്കക്ക്, കാരണം അവിടെയെല്ലാം ഉൽപ്പാദിപ്പിച്ച് നിൽക്കുക എന്ന് പറയുന്ന മാതിരി ഒറ്റക്ക് പിടിച്ച് നിൽക്കാം. ഇതുവരെ പരസ്പര സഹകരണത്തിലൂടെയാണ്. അപ്പോൾ എല്ലാം വാങ്ങി തിന്നുന്ന അവസ്ഥയിലേക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ സഹകരണം വരുമ്പോൾ എല്ലാവരും അവരവരുടെ കാലിൽ നിൽക്കുന്ന ഒരു ടെൻഡൻസിയിലേക്കാണ് ലോകം വരാൻ പോകുന്നത്. എല്ലാവരും അവരവരുടെ കാലിൽ ഉറച്ചു നിൽക്കണം, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, സഹകരിക്കുക. അങ്ങനെ വരുമ്പോൾ കുറേ കാലത്തേക്ക് ആദ്യം ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകും. ഓരോ രാഷ്ട്രത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാകും. കാരണം നമ്മളൊരു വാങ്ങി വിൽക്കുക എന്നൊരു വ്യവസായ കച്ചവട രീതിയിലാണ് ഇന്ന് ലോകം പോകുന്നത്.
ലോകത്തിലെ പല രാഷ്ട്രങ്ങളും കച്ചവട രീതിയിലാണ്. അതിൽ നിന്നും മാറിയിട്ട് വ്യാവസായിക ലെവലിലേക്ക് പോകണം. നമുക്കറിയാലോ, നമുക്ക് എന്തെല്ലാം ടി വി ഉണ്ടായിരുന്നു, അതെല്ലാം കൂട്ടിയിട്ടാണല്ലോ പിന്നെ മറ്റുള്ളത് വാങ്ങിയിട്ട് ലേബിളും ഒട്ടിച്ചു പറ്റും. തിരിച്ചു പോകണ്ടെങ്കിൽ അത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. അത് അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. അപ്പോൾ ഓരോ രാജ്യത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങൾ നേരിടും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അത് നിസ്സാര കാര്യമല്ല. അത് അപ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ. കാരണം ഇപ്പോഴേ യുദ്ധം നടന്ന് നല്ലൊരു യുദ്ധത്തിലേക്ക് നീങ്ങിയാണെങ്കിൽ ചിലപ്പോൾ എണ്ണ പോലും ഇനി അടിക്കുന്ന അവസരങ്ങളെല്ലാം ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇസ്രായേലും ഇറാനും കൂടി അടിച്ച് എണ്ണയെല്ലാം അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോകം പോകാൻ പോകുന്ന ഒരവസ്ഥ ഏതായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയാണെങ്കിൽ എവിടെയാണ് എത്തുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോകത്തുനിന്നും ഓരോ രാജ്യത്തെയും പിന്നെ സ്വന്തം കാലിൽ നിൽക്കുന്ന തരത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരണ്ടെങ്കിൽ ഓരോ രാജ്യത്തിലും അതിൻ്റേതായ പ്രശ്നങ്ങൾ തലമുട്ടും. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. ഒരു പുതിയ ലോകക്രമമാണ് ഉണ്ടാകാൻ പോകുന്നത്. റഷ്യ അത് ഇപ്പോൾ പുടിൻ അത് പറഞ്ഞതേ ഉള്ളൂ. ഈ യുദ്ധത്തിൻ്റെ ഫലം അത്ര തന്നെയാണ്. കാരണം ഇന്ന് എത്തി നിൽക്കുന്ന എവിടെയാണ്? പരസ്പര വിദ്വേഷമായിട്ട് കണ്ടുകൂടാൻ സംസാരിക്കാൻ പറ്റാത്ത തരത്തിൽ ലോകങ്ങൾ രണ്ടായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ആയുധം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇനി ഒന്നിക്കാൻ പോകുന്നത്? അത്ര എളുപ്പമല്ല അത്. പക്ഷെ ഇപ്പോൾ കാലം അതിനുള്ളൊരു വേദി ഒരുക്കിയിട്ടുണ്ട് ട്രംപിലൂടെ. അപ്പം ട്രംപ് എന്ന് പറയുന്നത് ലോകക്രമത്തിന് ഒരു മാതൃകയാകാൻ പോകുന്ന വ്യക്തിയാണ്. ട്രംപ് കാണിച്ചെന്ന വഴികളിലൂടെ മറ്റുള്ള നാറ്റോ രാഷ്ട്രങ്ങളും എല്ലാം മാറേണ്ടി വരും. അപ്പം അതിൻ്റേതായ മാറ്റങ്ങൾ ഓരോ ദേശത്തിലും വരുത്തേണ്ടി വരും. അപ്പം ഈ ട്രംപിനെയെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ആര് തന്നെയാണ്? കാലം തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം ട്രംപ് ഭരണമേൽക്കുന്നതിന് മുമ്പിലുള്ള സമയം, അത് പ്രത്യേകിച്ച് ഈ ഒരു അടുത്ത 1-2 ആഴ്ചകൾ, ഡിസംബർ 5 വരെയുള്ള സമയം നമുക്കൊരു പരീക്ഷണ ഘട്ടം തന്നെയായിരിക്കും. അതിൽ സംശയമൊന്നുമില്ല. കാരണം യുക്രൈൻ്റെ അടുത്ത് യുക്രൈൻ വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ട്, ഇതിനിടയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. യുക്രൈൻ്റെ അടുത്ത് ആയുധമുണ്ട്, പലതും വാങ്ങി വെച്ചിരിക്കുകയാണ്. പക്ഷേ സമ്മതിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പോഴാണ് സമ്മതം കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, യുക്രൈൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തകളും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നത് അതൊന്നും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എവിടെ നിന്നോ സംഗതി ചിലപ്പോഴെടുത്ത് വെച്ചിട്ടുമുണ്ട്. നമ്മൾ കേട്ടതാണ് നമുക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞൊരു വാക്ക്. ഇപ്പം ഹൂത്തികൾ സൂപ്പർസോണിക് മിസൈലാണ് വിടുന്നത്. ഹൂത്തികൾ അവരെ അവസ്ഥ എന്ത് സജ്ജീകരണം അവർക്കുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതെല്ലാം എവിടുന്നാണ് വരുന്നത്? അപ്പം അതേപോലെ ന്യൂക്ലിയർ ബോംബിനെ പറ്റി യുക്രൈൻ പറയുമ്പോൾ അതങ്ങനെ നിസ്സാരമായിട്ട് കാണേണ്ടതല്ല. പക്ഷെ അതല്ലേ ഈ ട്രംപ് വരുന്നതിനെക്കാട്ടി മുമ്പിലേ ഇത് സംഭവിക്കാൻ പോകുന്നുള്ളൂ. ട്രംപ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ലോകമഹായുദ്ധത്തിലേക്കുള്ള റഷ്യക്ക് തന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ലോണം വെച്ച് കാറ്റിക്കൊള്ളും. ഇതുവരെ നാറ്റോ പിന്നിലുള്ളത് കൊണ്ടാണ് അവർ കൈവിട്ടു പോകാതിരിക്കുക. മറ്റേടത്ത് കൈവിടുന്ന പ്രശ്നമില്ലല്ലോ. ഉക്രൈന് ഇന്നലെ തന്നെ പറഞ്ഞെന്താണ്? ഉക്രൈന് സർവനാശം വരുത്തുന്നതായിരിക്കുന്ന റഷ്യയിലെ ഏതോ ഒരു ഡെപ്യൂട്ടി ആരെല്ലോ പറഞ്ഞിരിക്കുകയാണ്. കാരണം അതൊന്നും റഷ്യ വിചാരിച്ച നിസ്സാര കാര്യമാണ്. പക്ഷേ മറ്റേ ഭാഗത്ത് അത് പിന്നെ വലിയ യുദ്ധമാകുമ്പോൾ പിന്നെ ന്യൂക്ലിയർ പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത് സർവനാശമായി പോകും. അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ യുക്രൈൻ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. യുക്രൈൻ്റെ കൈമൽ അണുവായുധം വന്നിട്ടുണ്ടോ, ബ്രഹ്മാസ്ത്രം വന്നിട്ടുണ്ടോ എന്നതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അത് 20-ാം തീയതി ജാനുവരി 20-നാണ് ട്രംപ് ഭരണമേൽക്കുന്നത് വരെയാണുള്ളതെങ്കിൽ ഈ ഡിസംബർ 5 വരെയുള്ള സമയം നടക്കുന്നുണ്ടെങ്കിൽ ഡിസംബർ 5 വരെയുള്ള സമയത്തിനിടക്കാണ് അത് നടക്കാൻ സാധ്യത.